Hello. Do you come with me? You bloody bitch! രേഖ പുതിയ എസ് ഐ വന്ന ലക്ഷണമുണ്ടല്ലോ. പുതിയ എസ് ഐ വരുമെന്ന് ഡാഡി പറഞ്ഞിരുന്നു. ഇത്ര പെട്ടെന്നായിരുന്നല്ലോ എന്ന് അറിഞ്ഞില്ല. വല്ല വയസ്സിന് വേണോ അതോ ബ്രാൻഡിവോ? പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ രേഖ, എന്താ ഇത്ര വൈകിട്ട്? ഏയ് ഞാൻ വൈകുന്നില്ലോ, ഞാൻ ഇത് എത്തിക്കഴിഞ്ഞു. ഓക്കെ. Sir. അതെ, 5 മണിക്ക് എവിടെയോ മുതലാളി പോകാന്ന് പറഞ്ഞിട്ടല്ലോ. പോകുന്നില്ലേ? എന്തിന്? ഇവനോടൊക്കെ ആരും സംസാരിക്കാൻ ആവശ്യമില്ലാതെ. ഞാൻ എടുത്തുതരാം. വെറുതെ കുനിഞ്ഞ് നടുവടിക്കണ്ട. നീനെന്താ നമ്മുടെ ആ വീട്ടിൽ പുതിയ എസ് ഐ താമസത്തിനുണ്ടോ? വന്നു 65-75 ഒന്നും അല്ല, മാർക്ക് 5 അല്ലല്ല, കോൺഗ്രസ്. അല്ല, മൈലേജ് കിട്ടും. ആരെ മിസ്റ്റർ പ്രതാപനോ? എന്താ വിശേഷം? ആ രാഘവനുണ്ടല്ലോ, അവനെ നമുക്കിനി വേണ്ട. അവനെ പിണക്കി വിടുന്നത് ശരിയല്ല. ഞാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നതാണ്. അവൻ എന്നെ പരസ്യമായി അവമാനിച്ചിരിക്കുക. ശരി, ഞാൻ നോക്കട്ടെ. എന്താ രാഘവ, നിനക്ക് പൈസ വല്ലതും വേണോ? നാളെ ഓഫീസിൽ വന്നേക്ക്. താക്കോലിതാ, ഞാൻ പോകുന്നു. നിനക്ക് വേറെ ജോലി കിട്ടിയോ? ഇല്ല. പിന്നെ ഈ ജോലി എനിക്ക് വേണ്ട. എന്താ കാരണം? എന്തിനാ മുതലാളി ഒന്നും അറിയാത്ത പോലെ ഭാവിക്കുന്നത്? എന്തുണ്ടായെന്ന് പറയാതെ ഞാൻ. എന്നെ ജോലിക്ക് വെച്ചത് മുതലാളിയാണ്. പ്രതാപൻ സാർ പറയുന്ന പെണ്ണുങ്ങളെയൊക്കെ വാനിക്കയറ്റി എത്തിക്കാൻ എനിക്ക് നമ്മുടെ ബിസിനസിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ എനിക്ക് സാധ്യമല്ല. എടാ, നിന്റെ പെങ്ങളല്ല, നിങ്ങളുടെ മകളുമല്ല. പിന്നെ നിനക്കെന്താ? പ്രതാപൻ സാർ പറയുന്നവർ ആരുടെയെങ്കിലും മകളും പെങ്ങളും ആയിരിക്കും. ഇതിന് ഞാനില്ല. നീ ശരിക്കും ആലോചിച്ചാണോ ഈ തീരുമാനമെടുത്തത്? അതെ. നീ കളിക്കുന്നത് കൈമളിനോടാണ്.
സൂക്ഷിച്ചു വേണം. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. കൈമളിന്റെ കണക്കുകൾ ഇന്നേ അവരെ പഴച്ചിട്ടില്ല. കടല വിറ്റ് നടന്നിരുന്ന കടല കൈമളെ എനിക്കറിയാം. വളയം പിടിച്ചു നടന്നിരുന്ന കൈമളയെ എനിക്കറിയാം. പെട്ടെന്ന് കോടീശ്വരനായ കണക്കുകൾ പിഴയ്ക്കാത്ത കൈമൾ മുതലാളിയെയും എനിക്കറിയാം. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നതാണല്ലോ ഗിന്നസ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനെന്താ എന്റെ തടി തീറ്റാക്കുന്നത് വെറുതെ ഒരാവശ്യമില്ലാതെ? അവനെ പോലെയുള്ളവരൊക്കെ ഒരു പാഠം പഠിക്കണം. മുതലാളി എന്ന് പറഞ്ഞാൽ ആരാ? അവന്റെയൊക്കെ വിചാരം എന്താ? മുതലാളിയെ അനുസരിക്കുന്നവനായിരിക്കണം തൊഴിലാളി. ഇതുപോലെ മുതലാളിമാരില്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്ന വിചാരിക്കുന്നത്? അതേ മുതലാളി. മുതലാളി ഇല്ലെങ്കിൽ തൊഴിലാളിയില്ല. അതൊക്കെ ഈ പരീക്ഷകൾക്ക് മനസ്സിലാവണം. നമ്മളിപ്പോ മനസ്സിലാക്കി കൊടുത്തില്ലേ? എല്ലാവന്മാർക്കും ഏതൊരു പാഠമായിരിക്കട്ടെ. എന്താണെന്ന് പറയുന്നത്? സാറേ, ആ കൈമള് മോലായുടെ ഗുണ്ടകളുണ്ടല്ലോ, ആ കൂട്ടത്തില് എന്റെ ഒരു ചേട്ടനുണ്ട്. കണ്ട എന്റെ കൂട്ട് മൂക്കൊക്കെ നീണ്ടിരിക്കുക. അയാളെ കൊണ്ട് നാട്ടിന് വീട്ടിന് വലിയ ശല്യമാണ് സാറേ. അതെ സാറേ, എങ്ങനെങ്കിലും ഈ നാട്ടിന് അയാളൊന്ന് ഓടിച്ചു തരണം. അത്രേ ഉള്ളു. അതിയാനായിട്ട്. നീ പോയി ചായ എടുത്തുണ്ടോ? ചായ ആ പേപ്പർ കൂടെ. പത്രം. നീ വെളിയിലേക്ക് പോകുമ്പോ ആ കഥ ശരിക്കും പൂട്ടണം. ഗോപാലകൃഷ്ണൻ പൂട്ടിക്കഴിഞ്ഞാ പിന്നെ ആര് പൂട്ടാനാ സാറേ? അല്ല, തുറക്കാനാ സാറേ. അല്ല സാറേ, ഈ പോലീസ് ഓഫീസർമാരുടെയും ജഡ്ജിമാരുടെയും ഒക്കെ വീട്ടിൽ നിന്ന് മോട്ടിക്കുന്നതാ കള്ളന്മാർക്ക് ഒരു ഡ്രില്ല്. ശ്രീകുമാർ, അത്രയ്ക്ക് വലിയൊരു വീട് എനിക്ക് വേണ്ടിയിരുന്നില്ല. വേറെ ഒരു ചെറിയ വീട് ഇവിടെ അടുത്തും കിട്ടില്ല. ഇവിടെ വരുന്ന എല്ലാ എസ് ഐമാരും കൈമളുമാരുടെ ആ വീട്ടിലാണ് താമസിക്കുന്നത്. സാർ, ആ പോലെ തരാൻ സാർ ഇടിച്ചത്. ആ സൈക്കിളുകാരൻ തട്ടിയിട്ടിട്ട് കടന്നു കളയാന്ന് കരുതിയല്ലേ? അയ്യോ പാവം, ഞാൻ കണ്ടില്ല. അയാൾ മരിച്ചുപോയി. സ്റ്റേഷനിലേക്ക് വരണം. എന്നെ മനസ്സിലായില്ലേ? ഞാൻ കൈമൾ മുതലാളിയുടെ മോളാ. ഏത് പപ്പട മുതലാളിയുടെ മോളായാലും ശരി, മര്യാദയ്ക്ക് കാർ ഓടിച്ചോളണം. ഓഹോ, അങ്ങനെയാണോ? പെണ്ണായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. അതാണ് ഭാരത സ്ത്രീകൾക്ക് ഭൂഷണം. ഡാഡി, 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 എന്താ മോളെ? ഡാഡി, എന്ത് പറ്റി മോളെ? ആ എസ് ഒരു അഹങ്കാരിയാ. ഒരു സൈക്കിളുകാരന്റെ ദേഹത്ത് എന്നെ കാറൊന്ന് മുട്ടി. അതിന് അയാൾ ചത്തുപോയെന്നും പറഞ്ഞ് എന്നെ വണ്ടി തടഞ്ഞിട്ടു. ഓഹോ, അത്രേ ഉള്ളോ? ആട്ടെ, മോളെങ്ങനെയാ വണ്ടി ഓടിച്ചത്? ഞാൻ പതുക്കെ വെച്ചാ വണ്ടി ഓടിച്ചത്. എത്ര കിലോമീറ്റർ? 80 കിലോമീറ്റർ. ഞാൻ എപ്പോഴും 80 കിലോമീറ്ററിലല്ലേ ഡാഡി ഓടിക്കുന്നത്? വളരെ പതുക്കെ. അതെ അതെ, വളരെ പതുക്കെ. ഡെഡ് സ്ലോ. മിസ്റ്റർ രമേശില്ലേ ഇവിടെ? ഉണ്ടല്ലോ. വിളിക്കാം. എന്തോ വിളിക്കാൻ.
ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആ, എന്റെ മകളാ രേഖ. നമസ്കാരം. ഇരിക്കൂ. ഒരു കുസൃതിയ. ഡ്രൈവർ ഉണ്ടെങ്കിലും അവള് തനിയെ ഡ്രൈവ് ചെയ്യുള്ളൂ. ഞാൻ റോഡിൽ വെച്ച് കാണാറുണ്ട്. വളരെ സ്ലോയിലാ ഓടിക്കുന്നത്. താങ്ക് യു. ആ, എനിക്ക് ഊട്ടി വരെ ഒന്ന് പോകണം. ഇവരുടെ പ്രിൻസിപ്പലിനെ ഒന്ന് കാണണം. ആ, പിന്നെ ഇവിടെ അസൗകര്യമൊന്നുമില്ല. നോ നോ, ഐ എം ക്വൈറ്റ് കംഫർട്ടബിൾ ഹിയർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ മതി. അങ്ങനെ പറയത്തക്ക ആവശ്യങ്ങളൊന്നും എനിക്കുണ്ടാവാറില്ല. ആ, എന്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങും. അല്ല, ഒഴിവുള്ളപ്പോ മതി. ഓക്കെ, ശരി. അയ്യോ, അവരൊക്കെ പോയോ? ഇനി ഇതിപ്പോ എന്തോ ചെയ്യാനാ? ഒന്ന് പോരാ അവിടുന്ന്. നിന്നോട് ആരോ കൊടുത്തടാ ചായ ഉണ്ടാക്കാൻ? എന്തായാലും നീ ഉണ്ടാക്കി പോയില്ലേ, ഒന്ന് ഞാൻ കുടിക്കാം. ഒന്ന് നീയും കുടിച്ചു. നമുക്ക് കുടിക്കാം. ഞാൻ പൈസ ഉണ്ടെങ്കിൽ ആരെയാണ് ഒരേ സൈക്കിൾ കയറ്റാം. പിന്നെയാണോ ആളുടെ എന്താ നീലാണ്ടായത്? ഇന്ന് കുറച്ച് ഓവറാണല്ലോ. എന്തോന്നാ വലിച്ചു വിഴുങ്ങിയേക്കുന്നത്? ആരോടും പറയണ്ട, സ്വല്പം വെട്ടിരുമ്പോ. എങ്ങോട്ടാ ഇത് അടിച്ചോണ്ട് പോകുന്നത്? ഞാനേ ഭക്തരാമായണം കാണാൻ പോവാ. ഓഹോ, ഇവനെ അകത്ത് കിടന്നാലേ ഭക്തിയുടെ പരിപൂർണത. നീ അല്ലാതെ ആരെങ്കിലും പുരാണ പടത്തിനൊക്കെ പോകും? അതെ, ഞാനേ ഇപ്പൊ കൈമളുടെ കൂടെ ആണെങ്കിലും ഭക്തിയുടെ കാര്യത്തില് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ. എന്നാലേ ഞാൻ അങ്ങനല്ല. അപ്പൊ ഞാൻ എന്താ പറയുക, പടത്തിന്റെ ഒരു മറന്നു, ഭക്ത ബ്ലൂ ഭക്തരാമായണം എന്തോ. ചെറിയ അബദ്ധമാണ് നീ കാണിച്ചത്, അതും നമ്മുടെ തിയേറ്ററിൽ വെച്ച്. അയാൾ എസ് ഐ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സർ. ഏതായാലും ഫിലിം അയാളുടെ കയ്യിൽ കിട്ടിയില്ലല്ലോ. അവൻ അത്ര പെട്ടെന്ന് മെരുങ്ങുന്ന ജാതി അല്ലെന്ന് തോന്നുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന വഴിയല്ലേ, ലോകം മുഴുവൻ ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് കരുതൂ. അവൻ എന്താ ചെയ്യാൻ പോകുന്നു കാണട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇരിക്കണോ സീസർ? എനിക്ക് മിസ്റ്റർ കൈമളിനെ ഒന്ന് കാണണം. ഇന്ന് വലിയ ഗൗരവത്തിലാണല്ലോ. എന്താ, വല്ല അറസ്റ്റ് വാറന്റ്? കൈമളിനെ ഒന്ന് വിളിച്ചാൽ കൊള്ളാം.
ഏർലി മോർണിംഗിൽ തന്നെ ഡ്യൂട്ടിക്ക് തയ്യാറാകുന്ന എസ് ഐമാർ ഈ നാടിന്റെ സമ്പത്ത് തന്നെ. സ്റ്റോപ്പ് യുവർ ജോക്സ്. ഹാ, ധൃതി വയ്ക്കാതെ സാറേ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രമേശ്. മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാർ, നിങ്ങളുടെ വീടിന്റെ താക്കോൽ. ഒരു മാസത്തെ വാടകയുണ്ട്. ഞാൻ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. ഓ, ഞങ്ങളുടെ വീട് തീരെ ചെറുതായി പോയിരിക്കും. നിങ്ങൾ വലിയ ഇൻസ്പെക്ടർ അല്ലേ? ഒരു പോക്കണ്ടില്ലേ, നോക്കി കയറ്റിക്കളെ. ആഹാ, അതുമല്ല. എസ് ഐ സാർ വീട് മാറിപ്പോയതിന് മുതലാളി എന്തിനാ നമ്മളോട് ദേഷ്യപ്പെടുന്നേ? അവൾ ഇനി എണീറ്റില്ലേ? എന്റെ ഗുരുവായൂരപ്പ, മണി 7. ഈ അരണം കെട്ടവൾ ഇനി എണീക്കാറായില്ലേ? മറ്റൊരു വീട്ടിൽ പൊറുക്കേണ്ടവളാ അവളെ. ഞാൻ ഇന്ന് വേണ്ടമ്മേ, അവൾ കുഞ്ഞില്ലേ, ഉറങ്ങിക്കോട്ടെ. കുഞ്ഞ് വടി വെച്ച് താരാട്ട് പാട്. ഞാൻ പോയിട്ട് വരാം. ശരി അമ്മേ. പിന്നെ അമ്മേ, റാണിക്കൊരു സാരി വേണമെന്ന് അവൾ എത്രയായി പറയുന്നു. ഒന്നും വാങ്ങിക്കൊടുക്കമ്മേ. മോളെ, അവൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടല്ലോ. നിനക്കൊന്നും വേണമെന്ന് ചോദിച്ചില്ലല്ലോ. നീ ഇത് മാത്രമല്ല ഉപയോഗിക്കുന്നത്. എനിക്ക് എന്തിനാമേ അതൊക്കെ? എനിക്കിത് മതി. ദൈവമേ, ഞാൻ ഇത്ര പാവിയായി പോയല്ലോ. അവളെ വിളിച്ചെണീപ്പിക്ക്. ഞാൻ പോട്ടെ മോളെ. ശരി അമ്മേ. എന്റെ പൊന്നാശാന്, അതൊന്ന് കാണണ്ടായി. ഓർക്കുമ്പോ കുളിര് പോയിട്ടുണ്ട്. കുളിരങ്ങ് കോരിയിടുകയല്ലേ. നീ ഒരു കാര്യം ചെയ്യ്. ഒരു വീട് നിന്റെ കുളിര് അല്പം കുറയട്ടെ. ഞാൻ അതല്ലെന്ന് പറഞ്ഞത്. ഞാൻ സിനിമയിൽ ബ്ലൂവിന്റെ കാര്യം പറഞ്ഞത്. ഓ ഓ, അത് ശരി. വീടോട് ബീഡിയാ? വീടി. എന്റെ റാണിയെ ഒന്ന് കല്യാണം കഴിച്ച് കിട്ടിയാലേ. എന്നുണ്ട്. യോ, 100 ആയുസാളേ. ആർക്ക്? എനിക്കോ? അല്ല, നിനക്ക് കൊണ്ടോ? അല്ല, നീ എവിടെ പോണെന്ന് പറഞ്ഞു? ഇനി പോലെ അത് നീ പോയിക്കോ. എങ്ങോട്ട്? നീ ഇപ്പൊ പറയല്ലേ പോണെന്ന് പോലെ. ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. എന്ത് പോയിക്കാശാല്, ഒന്ന് പോ. നടത്തിക്കോ. ഞാൻ പോയേക്കാം. അല്ലെ, നീ എന്താ അങ്ങോട്ട് പോകുന്നു? എന്റെ വണ്ടി അവിടെ കിടക്കുന്നു. വണ്ടി അവിടെ കിടക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. അവിടെ കിടക്കട്ടെ. അതിന് തന്നെ വഴിയുണ്ടോ? എനിക്ക് ഇത്രയും ഒരു വണ്ടി എടുത്തൂടെ? ഏത് വഴിക്ക്? നീ വഴിക്ക്. എന്താടാ, ഒന്ന് പോ. കൊച്ചു കള്ളൻ. അപ്പൊ ഓക്കെ, കാണാ. റാണി തുന്നല് പഠിക്കാൻ പോവാണല്ലേ? ഞാൻ ഓർത്തോണ്ട് വരികയായിരുന്നു. എന്തൊരു ധൃതിയാണത്. ഒന്ന് പതുക്കെ പോകുന്നേ. അയ്യോ, അമ്മ ഇങ്ങനെ അറിഞ്ഞ കൊന്നുകളെ. ഞാൻ പോട്ടെ. ഓ, എന്റെ പൊന്നും മോളെ, നിന്നോട് സൗകര്യമായിട്ടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചോ. പടച്ചനെ, പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഒപ്പരങ്ങനെ നടക്കുകയായിരുന്നു. ആർക്കൊരു സംശയം ഉണ്ടാവില്ല. ഇത് അടി പിടിച്ചു പോവോ? ഇതെന്ത് പറയുമ്പോ ഇവനെ അങ്ങോട്ട് പോയതല്ലേ, പിന്നെ ഇവിടെ എത്തി? പണ്ടാറക്കാലത്ത് മുഴുവൻ കണ്ടുണ്ടാവൂ. രഘു, എന്താണത്? വടിയായോ? അവിടുന്ന് എന്തേ? രഘു, എന്റെ പൊന്നു മോനെ, എങ്ങനെയാണ് ആ തള്ളയോട് റാണിയുടെ കാര്യം പറയുന്നത്? എനിക്ക് ആ തള്ളയെ പേടിയാ. അതേ, ആണുങ്ങൾക്ക് ഇവിടെ ഒരു സാധനമുണ്ട്. ആ നട്ടല്ലേ? അതവിടെ തന്നെയല്ലേ? പക്ഷേ അതിന് ബലം കുറവാണോ എന്ന് എനിക്ക് സംശയം. എന്റെ പൊന്നും മോനെ, ഈ കാര്യം നീ എങ്ങനെയെങ്കിലും നടത്തി തരണം. നമുക്ക് നീ ഒരു കാര്യം ചെയ്യിച്ചാൽ മതി. അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. നിനക്ക് ഒരമ്മാവനില്ലേ? ഒരമ്മാനില്ലേ, രണ്ടമ്മാവനില്ലേ? അതിലൊരാൾ ചത്ത, മറ്റേ ചത്തന് സമ. നീ അതൊക്കെ വിട്. നീ ഇതെങ്ങനെയെങ്കിലും ഭംഗിയായി നടത്തി തരണം. എടാ, ആദ്യമായിട്ട് നീ അവളെ കണ്ടപ്പോഴ് എന്നെ വേണ്ടായിരുന്നു. വീട്ടേ ഇപ്പൊ കാര്യം കാണാൻ വേണ്ടി എന്റെ അടുത്ത് വന്നിരിക്കുക. നീ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കല്ലേ? നമ്മൾക്ക് ഫ്രണ്ട്സ് അല്ലേ? അതെ.
ഞാൻ കാര്യം പറയട്ടെ, സത്യം പറയട്ടെ, ഈ കാര്യം നടത്തി തരാൻ നീ അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ലടാ. ഓക്കെ ശരി, നീ വാ. നിങ്ങളുടെ വീടിന്റെ താക്കോൽ. ഒരു മാസത്തെ വാടകയുണ്ട്. ഞാൻ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. പെണ്ണായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതാണ് ഭാരത സ്ത്രീകൾക്ക് ഭൂഷണം. എന്തൊരു ഇത്? നീയോ പോകണ്ടേ? ഞാനില്ല. ഇന്ന് ആകെ ഒരു മൂഡൌട്ട്. മൂഡൌട്ടിന് എന്ത് പറ്റി? ആ എസ് വീട് മാറിപ്പോയി. ഓഹോ, അതാണ് കാര്യം. ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? അടുത്ത് തന്നെ. പിന്നെ എന്തിനാ മൂഡൌട്ട്? അടുത്തല്ലേ, കാണാമല്ലോ. ഞാൻ പറയാം, പിന്നെ വിരഹദുഃഖത്തിലാണെന്ന്. പോലും കളിയാക്കാതെ. ഒരു കാര്യം, അവസാനം കരയരുത്. അയാൾ പോലീസ് ഉദ്യോഗസ്ഥനാ. അദ്ദേഹം നല്ലവനാ, എനിക്കിഷ്ടമാണ്. വാ പോകാം. നടക്ക്. ചേച്ചി, ആ വീട്ടിൽ താമസിക്കുന്ന ആളെ പോലീസ് ഇൻസ്പെക്ടറാ. പോലീസ് ഇൻസ്പെക്ടർ ഒരിഞ്ഞൊരിഞ്ഞ് കൊല്ലണവന്മാരെ. അയാള് നമ്മുടെ വർമ്മത്തിരുമനിയുടെ മോന. ഈ ഇൻസ്പെക്ടർ നല്ല ആളാണെന്ന് നമ്മെ പറയുന്നത്. നീ എന്തിനാ അതൊക്കെ നോക്കി നടക്കാൻ പോകുന്നേ? മര്യാദയ്ക്ക് നടന്നോളണം, പറഞ്ഞേക്കാം. ആ പീറ എസ്ഐനെ കൊണ്ട് ഒരു ശല്യമായല്ലോ. അമ്മയെ ഞാൻ പറഞ്ഞതാ അവനെ എടുത്തറിയാൻ. DIGയോട് പറഞ്ഞ് മറ്റൊരാൾ വന്നാൽ അവൻ എങ്ങനെ ഇരിക്കുമെന്ന് ആർക്കറിയാം? ആ രവീന്ദ്രൻ നായർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നു. ശരി, നമുക്ക് ആലോചിക്കാം. പിന്നെ ഗോവക്കാരിക്കും പെരുങ്കത്തിക്കും ഫിലിം സ്റ്റാർസിനൊന്നും മാർക്കറ്റേ ഇല്ല. തനി നാടൻ തന്നെ പടമണ സ്ത്രീയാണ്. അത് വളരെ എളുപ്പമല്ലേ? മാത്രമല്ല ചിലവും കുറവാണ്. ആ അമ്മിണിപ്പെണ്ണിന്റെ കുഴപ്പത്തിന് ശേഷം ഒരൊറ്റ ഇളവരെ കിട്ടാനില്ല. ആ രാഘവൻ കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഹലോ അങ്കിൾ, ഡാഡി, ഞാൻ പോട്ടെ. ആ ഗുരു, ആ രഘുവിനൊന്ന് തലോടി വിട്ടേക്കണം. വല്ല കാരണവും ഉണ്ടാക്കിയിട്ട് വേണം. പിന്നെ ആ SI രമേശ് ഉണ്ടല്ലോ, സൂക്ഷിക്കണം. ഏറ്റവും മുതലാളി. നീ കൂടെ ചെല്ലേ. റാണി ഒറ്റയ്ക്ക് വിടണ്ട. ആയുധപൂജയല്ലേ, ജനത്തിരക്ക് കാണും. ശരി അമ്മേ. ഇന്നലത്തെ പൈസ ഉണ്ട് കേട്ടോ. പൊരിക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ അച്ഛനെ. അരിയേക്കാളും വില പൊരി. മീൻ വന്നതേ ഇല്ലല്ലോ. മീൻ കാണാൻ അരിച്ചന പൂസായി
അയ്യോ ഇത് വേണ്ട ചേച്ചി, നമുക്ക് വേറെ വാ. നോക്കട്ടെ. ഛെ. വാങ്ങിച്ചു. വേഗം തട്ടുക വേണ്ടിട്ടോ, ഇന്നലെ ഭയങ്കര തല്ലലാണ് കേട്ടോ. ചേച്ചി ഇത് കൊള്ളാല്ലേ? എന്തിനാണ് ചേട്ടാ പാവം പിടിച്ച മുമ്പിൽ ഉപദ്രവിക്കുന്നത്? എന്നോട് ചോദിക്കാൻ ഒരുത്തനും വന്നിട്ടില്ല. നിൽക്കണേ ഓടാതെ സാധനങ്ങൾ വാങ്ങിച്ചു പോകും. രണ്ട് തക്കാളി നേന്ത്രപ്പഴം കോഴിമുട്ടിയും കരയട്ട എന്നെ കൊണ്ട് നീ പൊറാട്ടി ഉണ്ടാക്കുന്നു. തല ഉണ്ടായിട്ട് എന്ത് കാര്യം? തല പോട്ടടാ. മാറ്റി എവിടെ അടിക്കുക? തിന്നേണ്ട സൗകര്യം. നിന്നെ ഞാൻ എടുത്തോളാമടാ. എന്നെ പോയില്ല പട്ടികളെ മുഖത്ത് മീശ വെച്ചോണ്ട് നടക്കുന്നു. ആണാണെന്നും പറഞ്ഞു മാനം മര്യാദയില്ലാതെ. കിടന്നുറങ്ങി കേട്ടാ. ഞാൻ പറഞ്ഞു പൊന്നു മോനെ, ഞാന് ഇന്ന് രണ്ടാമത് കൊല്ലു. ഞാൻ ഒരാളി ആ രഘു അതോടെ സ്ഥലം വിട്ടു, വിടിച്ചു. വളരെ നല്ലത്. മറ്റവനെ ഒന്ന് നിലയ്ക്ക് നിർത്തണം. അവനും കുറച്ച് അഹങ്കരിക്കുന്നുണ്ട്. രഘുവിനെ ഊഹിക്കാമെങ്കിൽ രാഘവൻ ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല മുതലാളി. പ്രശ്നമല്ല, പക്ഷേ രാഘവൻ അങ്ങനെ സ്ഥലം വിടുന്നതിനുമല്ല. മൂർഖം തോന്നിന്റെ സൈസാ. വൈരാഗ്യം വന്നാൽ കൊത്താതെ വിടില്ല. അതിന് വഴിയുണ്ട്. പിന്നെ സാറേ ചായ. ഞാനിപ്പോ അല്ലടാ ചായ കുടിച്ചത്. അയ്യോ ഇത് അതല്ല സാറേ, ഇത് സ്പെഷ്യൽ ചായ. ഓഹോ, അല്ല സാറേ, സാറിന് എന്നാ ഇനി നൈറ്റ് ഡ്യൂട്ടി? എന്റെ നൈറ്റ് ഡ്യൂട്ടി അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? ഏയ് ചോദിച്ചെന്നേ ഉള്ളു. ഞാനിവിടുത്തെ എസ് ഐ ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. അപ്പോ അല്ല അപ്പൊ നാളെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവുക? കൊണ്ടോ. കാര്യം ഒരു ബഹുമാനമില്ലാതെ എങ്ങനെ? വരുമാനമൊക്കെ ഉണ്ടോ?
എന്നെ പിടിച്ചില്ല അല്ലേ? വെച്ചിട്ടുണ്ട്. ഏറെ താമസിക്കാതെ നീ എന്റെ കയ്യിൽ ഒതും. എന്തുവാണ് പാവപ്പെട്ട പെമ്പിളരെ വഴി നടത്തിയില്ലേ? ക്ഷമിക്കണേ, അവളുടെ സംബന്ധക്കാരനാണെന്ന് അറിഞ്ഞില്ല. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, പറയും പ്രവർത്തിക്കും. അതേ, നിന്റെ കൈമളിന്റെ അടുത്ത് നീയും അയാളുടെ ചൂട് കൂടെ തന്നതല്ലേ? നിന്നെ ഇപ്പൊ നാണം കെട്ട പണി ചെയ്തിട്ടല്ല. എന്താ പറഞ്ഞു? എന്താണ് ഇവിടെ? സ്റ്റേഷനിലേക്ക് വരണം. മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇത് കൈമളിന്റെ ഗുണ്ടകളോടുകൂടി വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം സാറിനുണ്ടോ? അത് താൻ നോക്കണ്ട. അപ്പോൾ മര്യാദക്കാർക്ക് ഇവിടെ ജീവിക്കേണ്ടെന്ന്, സാധു പെൺകുട്ടികൾക്ക് ഇവിടെ വഴി നടക്കേണ്ടെന്ന് അല്ലേ? നാട് നന്നാക്കാനും ശിക്ഷിക്കാനും നിങ്ങൾ പോണ്ട. ഇത്തരം അക്രമങ്ങൾ കണ്ടാൽ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്ന്. താനല്ല, ആരെയും നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനാണ് ഈ വേഷമിട്ടുണ്ട് ഞങ്ങൾ വിളിക്കുന്നത്. നിയമം അത് നിങ്ങളുടെ പോക്കറ്റിലാണല്ലോ, പണക്കാർക്ക് വേണ്ടി പുറത്തെടുക്കാൻ. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയാൽ വിട്ടേക്ക്. യെസ് സാർ. വിളിക്കുമ്പോ വരണം. ശ്രീമാൻ, നാളെ രാവിലെ ആ കൈമൾ മുതലാളുടെ ഗുണ്ടകളെ പിടിച്ചുകൊണ്ട് വരണം. സാർ, അത് ഇതുവരെ അവരെ ആരും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടില്ല. കൈമള് മുതലാളി ആരോ? ഈ കൈമൾ മുതലാളി തനിക്ക് ലജ്ജയില്ലടോ ഈ വേഷിട്ടുള്ളത് പറയാൻ? തനിക്ക് പറ്റില്ലെങ്കിൽ തടിച്ചിട്ട് അയാളുടെ പുറകെ പോടും. What nonsense you are doing? ഗൗരവം വന്നപ്പോ എസ് സാറിന് കാണാൻ നല്ല ചന്തം. നല്ല കുന്തം. അറസ്റ്റ് ചെയ്ത് ഞാൻ ലോകപ്പിലാക്കും. എന്തിന് ലോകത്തിലിടുന്നു? വീട്ടിലിട്ടുള്ളൂ. മേലിൽ ആവർത്തിക്കരുത്. എന്താ എസ് ഐ സാർ ഇങ്ങോട്ടൊക്കെ? ഒന്നുമില്ല, ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. കാണാൻ വന്നാണ്, കണ്ടിട്ട് പോയപ്പോ ഒരു ക്ഷേമാന്വേഷണം കൂടെ ആയാലോ? ഒരു വിരോധവും ഇല്ല. അല്ല, ആ രാഘവനുണ്ടല്ലോ, അവൻ മഹാത്തമ്മാടിയാ. അപ്പൊ ഞാൻ നോക്കിയിരിക്കാൻ പറ്റൂ? ഞങ്ങൾ പോലീസ് വരച്ചു, ഞങ്ങൾ ഒരു പെരുമാറ്റം നടത്തി. അതെ, അതേതായാലും നന്നായി. പിന്നെ അവൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. എന്ത് പറഞ്ഞു? ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഉള്ള കാര്യം ഞാനങ്ങ് പറയാമല്ലോ. ഏതോ പെണ്ണിനെയോ മറ്റോ കൊണ്ടുവരണമെന്ന് പറഞ്ഞെന്നോ, അതിനവൻ സമ്മതിക്കാത്തോണ്ട് അവന് ജോലിന്ന് പറഞ്ഞു വിട്ടെന്നോ അല്ലേ അവനെ? ആ വൈരാഗ്യം തീർക്കാൻ അവൻ വെറുതെ നടന്നു പോകുമ്പോ നിങ്ങൾ പതിയിരുന്നവന് തല്ലി. അപ്പൊ ഏമാനൊരു സംശയം, അത് നിങ്ങളോട് ചോദിച്ചാ ആ സംശയം ഒന്ന് തീരുമല്ലോ എന്ന് ഏമാൻ പറഞ്ഞു. സ്റ്റേഷൻ വരെ വന്ന് അവരെന്തെങ്കിലും പറഞ്ഞു വെച്ച് ഞങ്ങളോട് ചോദിച്ചാലുണ്ടല്ലോ. ഇൻസ്പെക്ടർ, ഇവർ എന്റെ തൊഴിലാളികളാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഗുണ്ടകളെന്ന് പറയും.
ഹോർലിക്സ് കൊടുത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞേച്ചേക്കാം. ഇൻസ്പെക്ടർ, പരിഹസിക്കരുത്, പരിഹരിക്കേണ്ടി വരും. ജുമേ ഗോ നൗ. താങ്ക് യു. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ കളിച്ചാലുണ്ടല്ലോ ഒറ്റയെണ്ണത്തിന്റെ ആയസ്യം തയ്ക്കില്ല. മേലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയെന്ന് കേട്ടാൽ എന്തൊക്കെയാ? പിന്നെ നിന്റെയൊക്കെ പ്രതാപ മുതലാളി പറഞ്ഞിട്ടല്ല. നിർത്ത്. മോനെ, ഞാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ തെറ്റിദ്ധാരണ മാറിയില്ലല്ലോ മോനെ. അച്ഛൻ വീട്ടിലേക്ക് വയ്ക്കൂ. അവൻ എന്നിൽ നിന്നും എത്രയോ അകന്നിരിക്കുന്നു. അച്ഛൻ 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 എന്താ അതിന്റെ അർത്ഥം? എനിക്കൊന്നും കേൾക്കണ്ട. കൂടെ കൂടെ നിങ്ങളിങ്ങനെ ഒന്ന് എന്നെ ശല്യപ്പെടുത്താറുണ്ടാ മതി. അന്നത്തെ സംഭവം കഴിഞ്ഞ പിന്നെ രഘുവിന്റെ ഒരു വിവരമില്ല. അവൻ എവിടെ പോവാന്? അവൻ അങ്ങനെ ഭയമുള്ളവനൊന്നല്ലല്ലോ. മനുഷ്യനല്ലേ, ജീവനിൽ ഭയം ഉണ്ടാവില്ലേ? ഏതായാലും എന്റെ വലത് കൈ പോയി. വണ്ടി വർക്ക്ഷോപ്പില, പോയി നോക്കണം. രാഘവ, നാളെ അമ്മാവൻ വരും. നീയും കൂടെ വരണോ റാണിയുടെ വീട്ടിലേക്ക്? എല്ലാം രഘു ഏറ്റിരുന്നതാ. ഇനി എനിക്ക് നീയുള്ളൂ. നിനക്കെന്താ ഇത്ര തിരക്ക്? രാഘവന് എന്റെ വേദന മനസ്സിലാവില്ല. എത്ര കാലം എങ്ങനെ പാത്തും പതിക്കും നടക്കുന്നത്? അത് ശരിയാ, വലിയ കഷ്ടപ്പാടാ. ആളെ കളിയാക്കാതെ. പിന്നെ ചേട്ടനോട് കളിയ തീർച്ചയാ. പിന്നെ നാളത്തെ കാര്യം മറക്കരുതേ. ഞാൻ ഏറ്റവും കേട്ടോ, മറ്റു കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി. എന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നീയും കല്യാണം കഴിക്കണം. ആലോചിക്കാം. നിനക്കെന്താ എന്റെ കയ്യിലാണ് ഇത്ര താല്പര്യം? അത് എന്റെയും കൂടി ഒരു ആവശ്യമാണെന്ന് തൽക്കാലം നീ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒരു സ്കൂൾ പഠിച്ചില്ലടാ. മോള് വിഷമിക്കരുത്. റാണിക്ക് ഒരു ആലോചന വന്നപ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറിയാൽ എന്നാ നമുക്കിത് വേണ്ടെന്ന് വെക്കാം മോളെ. വേണ്ടമ്മേ, റാണിയുടെ കല്യാണം ഉടനെ നടക്കണം. അപ്പോഴേട്ടൻ നല്ലവനാണ്, അവൾക്ക് ഇഷ്ടവുമാണ്. എനിക്ക് കല്യാണം വേണ്ടമ്മേ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു മതി ചേച്ചി. അല്ല റാണി, നല്ലൊരു കാര്യം വരുമ്പോ നമ്മളത് ഉപേക്ഷിക്കരുത്, തടയരുത്, നീട്ടേയരുത്. ചായ എന്താടാ? സ്പെഷ്യൽ ചായ ആണോ? അല്ല, സാറിന് എങ്ങനെ മനസ്സിലായി? ഇന്ന് നിനക്ക് എപ്പോഴാ ഡ്യൂട്ടി? ആരെന്താ സാറേ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, അതറിഞ്ഞാ പിന്നെ ഞാൻ എവിടേക്ക് വരണ്ടല്ലോ. അല്ല സാറേ, ഈ ഉത്സവത്തിന് ഒത്തിരി ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നല്ല ബഹളമായിരിക്കല്ലേ?
ഞാൻ പറഞ്ഞില്ല. അല്ലേലും അവിടെ വലിയ വെടിയും ആനയും ആനപ്പിണ്ടവും. ഏയ് ഞാൻ പറഞ്ഞില്ല. രമേശ്, ഞാനിവിടെ വന്നിട്ട് 2 ദിവസമായി. നിന്നെ ഒന്ന് ചൊവ്വ നേരെ കാണാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. ഇന്ന് ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. എനിക്കിപ്പം തിരക്കുണ്ട്. മണപ്പുള്ളിക്കാവിലെ വേല കാണാൻ മണിമാല മാറിലിട്ടൊരുങ്ങു പെണ്ണേ. മണപ്പുള്ളിക്കാവിലെ വേല കാണാൻ മണിമാല മാറിലിട്ടൊരുങ്ങു പെണ്ണേ. തട്ടുമ്മെ കൂത്തുണ്ട് നമുക്ക് പോകാം, പല്ലശനമാരാരുടെ മേളമുണ്ട്, ചെണ്ടമേളമുണ്ട്. ഓ മണപ്പുള്ളിക്കാവിലെ വേല കാണാൻ മണിമാല മാറിലിട്ടൊരുങ്ങു പെണ്ണേ. തട്ടുമ്മെ കൂത്തുണ്ട് നമുക്ക് പോകാം, പല്ലശനമാരാരുടെ മേളമുണ്ട്, ചെണ്ടമേളമുണ്ട്. ഓ കാവടിയാട്ടമുണ്ട് നമുക്ക് കാണാം, പിന്നെ രാത്രിയും പൂത്തിരിയും വെളുക്കുവോളം. കാവടിയാട്ടമുണ്ട് നമുക്ക് കാണാം, പിന്നെ രാത്രിയും പൂത്തിരിയും വെളുക്കുവോളം. ആളേറെയുണ്ടെങ്കിൽ ഞാൻ തോളിലേറ്റി നിന്നെ കാണാത്ത കാഴ്ചയെല്ലാം കാട്ടിത്തരാം, കാണാത്ത കാഴ്ചയെല്ലാം കാട്ടിത്തരാം. മണപ്പുള്ളിക്കാവിലെ വേല കാണാൻ മണിമാല മാറിലിട്ടൊരുങ്ങു പെണ്ണേ. തട്ടുമ്മെ കൂത്തുണ്ട് നമുക്ക് പോകാം, പല്ലശനമാരാരുടെ മേളമുണ്ട്, ചെണ്ടമേളമുണ്ട്. കാത്തിരുന്ന സുദിനവും വന്നണഞ്ഞോ, ഇനി ഓർത്തിരിക്കാൻ നേരമില്ല, അണിഞ്ഞൊരുങ്ങൂ. കാത്തിരുന്ന സുദിനവും വന്നണഞ്ഞോ, ഇനി ഓർത്തിരിക്കാൻ നേരമില്ല, അണിഞ്ഞൊരുങ്ങൂ. കൂട്ടിനാളുള്ളപ്പോഴീ പേടി എന്തേ, ഒന്നു ചേർന്നു നടക്കുവാൻ നാണമാണ്, ഒന്നു ചേർന്നു നടക്കുവാൻ നാണമാണ്. മണപ്പുള്ളിക്കാവിലെ വേല കാണാൻ മണിമാല മാറിലിട്ടൊരുങ്ങു പെണ്ണേ. തട്ടുമ്മെ കൂത്തുണ്ട് നമുക്ക് പോകാം, പല്ലശനമാരാരുടെ മേളമുണ്ട്, ചെണ്ടമേളമുണ്ട്. മണപ്പുള്ളിക്കാവിലെ വേല കാണാൻ മണിമാല മാറിലിട്ടൊരുങ്ങു പെണ്ണേ. തട്ടുമ്മെ കൂത്തുണ്ട് നമുക്ക് പോകാം, പല്ലശനമാരാരുടെ മേളമുണ്ട്, ചെണ്ടമേളമുണ്ട്. ഓ അപ്പൊ ഇതിനു വേണ്ടിയാണ് നീ ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നത് അല്ലേ? സാർ അല്ല സാർ, അച്ഛൻ വീട്ടില് നൈറ്റ് ഡ്യൂട്ടി, പിന്നെ ഞാനിവിടെ മണപ്പുള്ളിക്കാവിലെ വേല. വീട്ടിൽ പോടാ, മേലാൽ ഇതുപോലെ അങ്ങനെ കാണിച്ചോണ്ടല്ലോ. അപ്പൊ ഒരു ഉത്സവം കാണാൻ പോലും സാറ് സമ്മതിക്കത്തില്ല.
ഗൗരിയമ്മ ഇവിടെ? ഞാൻ ഇവിടെ സാർ താമസിക്കുന്നത്. ആ കാണുന്ന വീട്. ഓഹോ, അപ്പൊ അവിടെ നിന്നും പോകുന്നത് ഇവിടേക്കായിരുന്നു? അതെ സാർ. സാറെപ്പോ വന്നു? ഞാനിവിടെ വന്നിട്ട് 2-3 ദിവസമായി. മോനെ ഞാൻ കണ്ടിരുന്നു, പക്ഷേ അവനെന്നും മനസ്സിലായില്ല. അവൻ അറിയുമെന്ന് തോന്നുന്നില്ല. സാർ, എന്റെ മകളുടെ കല്യാണമാണ് ആള്. ഇവിടെ അടുത്തന്നെ ചെറുക്കൻ. മൂത്തവന്റേതാണോ? അല്ല സാർ, ഇളയവളുടെയാ. അപ്പോ മൂത്തവളെ നേരത്തെ അയച്ചോ? അവളിപ്പോഴും അല്ല. സാറിനെല്ലാം അറിയാമല്ലോ. ആ, സാരമില്ല. ദൈവമെല്ലാം കാണുന്നുണ്ട്. നല്ലതേ വരുത്തൂ. ശരി, ഞാൻ വരട്ടെ സാർ. കുട്ടി ഗൗരിയമ്മയുടെ മോളല്ലേ? അതെ, എന്നെ അറിയുമോ? അറിയും. ഞാൻ അമ്പലത്തിൽ പോയതാ. പോട്ടെ സാർ. ഇതെന്തൊരു വീട് ഇത്? ഇവിടെ വലിയൊരു ബംഗ്ലാവ് വേണം. ഇത് എന്തൊരു വേഷം? ഇതൊരു സിനിമ ഉണ്ടല്ലേ? ഉണ്ടോ? ഏത് സിനിമ? മഹാഭാരത യുദ്ധം. ഇംഗ്ലീഷ് സിനിമ ഉണ്ടല്ലേ? ഇംഗ്ലീഷ് സിനിമയല്ലേ കാണേണ്ട സിനിമ? അതൊക്കെ ഒന്ന് കാണേണ്ടത്. ഈ ഒരു കാര്യം ചെയ്യും. തൽക്കാലോ അല്ല, ഇത് പോയിട്ട് ഇട്ടിട്ട് വാ. ചെല്ല് ചെല്ല്. ഇവിടെ തടു. ഇത് മാറ്റി.
ചേട്ടാ പാല്. ചേട്ടാ പാല്. പാലോ? ഇപ്പോഴോ? മോളോ? ഡാഡി, ഡാഡി എന്താ ഉറങ്ങാതിരുന്ന് എഴുതുന്നത്? അയ്യോ, ഫാനിയുടെ തന്നെയായിരുന്നു എഴുതുന്നത്. അയ്യോ, വല്ലാതെ വേർത്തു പോയില്ലേ ഡാഡി? എന്താ മോളെ ഇത്? സോറി ഡാഡി. മോളെ, നീ പോയി കിടന്ന് ഉറങ്ങ്. ഡാഡിക്ക് ഒരു ഇമ്പോർട്ടന്റ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട്. എന്താ മോളെ, എന്താ മോക്ക് ഡാഡിയോട് ഇന്ന് പതിവില്ലാത്തൊരു സ്നേഹം? ഡാഡി, നമ്മുടെ ഗുരുവിനെയൊക്കെ ആ എസ് ഐ രമേശ് പിടിച്ചോണ്ട് പോയിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടു. നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവൻ അല്പം ഭയമുണ്ട്. രമേശ് നല്ലവനാ. അപ്പൊ മോളല്ലേ അന്ന് പറഞ്ഞത് അവൻ തെമ്മാടിയാണെന്ന്? അത് അന്നല്ലായിരുന്നു. ഇത്ര പെട്ടെന്ന് അവൻ നിനക്ക് എങ്ങനെ നല്ലവനായി? എനിക്ക് രമേശിന് ഇഷ്ടമാണ്. Naughty girl. അമ്മയില്ലാത്ത അവരുടെ ആഗ്രഹം ഞാനല്ലാതെ വേറെ ആരും സാധിച്ചു കൊടുക്കാൻ? ജന്മദിനമാണെന്ന് എനിക്കറിയാം. അതുപോലെ എന്റെ അമ്മയുടെ ചരമദിനവും. ചരമദിനമോ? കൊന്ന ദിനമെന്ന് പറയും. മോനെ, നീ അച്ഛൻ പറയുന്നു കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. ചെറുപ്പം മുതലേ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. രമേശ്, നിന്റെ അമ്മ... ഇനി ഇത് ആവർത്തിക്കണ്ട. നീ പോലീസ് ഭാഷയിൽ സംസാരിക്കുന്നു. അച്ഛൻ കണക്കുകളും കഥകളും നിർത്താൻ ഒരുങ്ങുന്നു. ഞാൻ ക്രിമിനോളജിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, സൈക്കോളജിയും പഠിച്ചിട്ടുണ്ട്. ഏത് നായിന്റെ മോനാണ് എമ്പോക്കി അറിഞ്ഞതിന് വീട്ടിൽ കഴിഞ്ഞല്ല. ആണുങ്ങളില്ലാത്ത വീടാണെന്ന് കരുതി എന്തും ചെയ്യാമെന്നാണ് വിചാരം. പെണ്ണുങ്ങൾക്ക് ഇവിടെ മാനമര്യാദയായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന്. അമ്മയും പെങ്ങന്മാരും ഇല്ലാത്ത വർഗങ്ങൾ. പോലീസും പട്ടാളം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? അവന്മാരുടെ മുതലാളികളുടെ വാലാട്ടികളല്ലേ.
അച്ഛനൊന്നും കഴിക്കുന്നില്ലേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നല്ലത്, അച്ഛൻ നടത്തി തരാം. എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളും തയ്യാറാകുമെന്നാണ് എന്റെ ധാരണ. ആരാ മോനെ? അച്ഛൻ നിന്ന് പോയി ഉറപ്പിച്ചിട്ട് വരാം. കുറച്ചു മുമ്പ് ഇതിലെ ഓടിപ്പോയില്ലേ ആ പെൺകുട്ടി? അവനോ? ആ ഗൗരിയുടെ മോളോ? അച്ഛൻ അറിയുമല്ലേ? അവള് തന്നെ. അവൾ ആരാണെന്ന് നിനക്കറിയാമോ? കുടുംബം, ബന്ധം, പാരമ്പര്യം, അവളുടെ ഹിസ്റ്ററി, ഇതൊക്കെ ഞാൻ അവളെ കണ്ടു, ഇഷ്ടപ്പെട്ടു. നല്ല പെൺകുട്ടിയാ. പിന്നെ അവളുടെ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞാൻ പലതും പറയേണ്ടി വരും. ഞാൻ കഴിഞ്ഞ 20 വർഷമായി നിന്റെ മുമ്പിൽ തോറ്റുതിരിക്കുകയാണ്. എന്റെ ഏക മകനാണല്ലോ എന്ന് കരുതി. തോൽവിയോ? അച്ഛനൊന്നും ജയിച്ചിട്ടല്ലേ ഉള്ളു. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അവരെ പറ്റി നിനക്കൊന്നും അറിയില്ല. കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. അച്ഛനായിട്ട് ഒരാൾ ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞെന്ന് മാത്രം. I will marry her. Nobody can stop it. ഇത് നിന്റെ അന്തിമ തീരുമാനമാണ്. അതെ. ഞാൻ പോകുന്നു. ഇനി മടങ്ങി വരില്ല ഒരിക്കലും. ഞാൻ എഴുതുന്ന കണ്ടില്ലേ? Go and study your lessons. മോനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇവിടെങ്ങും അല്ലായിരിക്കും. മോന വഴക്ക് പറഞ്ഞത് എന്തിനാണോ ചോദിച്ചത്? വല്ലാത്ത സ്വഭാവം തന്നെയത്. നീ പൊയ്ക്കോ, എനിക്ക് അല്പം എഴുതാനുണ്ട്. നിയമവും ചട്ടം ഇവിടെ ഇതാ ഗതിയെങ്കിൽ ഓഫീസിൽ എന്തായിരിക്കും? എന്തിനാ മോൻ കരയുന്നത്? എന്ത് പറഞ്ഞു ചെന്നാലും അച്ഛൻ എന്നെ വഴക്കും പറഞ്ഞു വിടും.
മോൻ നന്നാകാനല്ലേ? അല്ല, എന്റെ മോൻ നല്ല കുട്ടിയാണ്. പഠിച്ച് പഠിച്ച് അച്ഛനേക്കാൾ വലിയവനാകാനല്ലേ അച്ഛൻ വഴക്ക് പറയുന്നത്? അച്ഛന് മോന് എന്ത് ഇഷ്ടമാണെന്നോ? ഞാൻ ക്ലാസ് ലീഡറായി. ആഹാ, എന്റെ മോൻ സ്കൂൾ ലീഡർ ആവും. നോക്കിക്കോ, മിട്ടുക്ക കുട്ടി. മോന് മിഠായി ഇതാ. എന്റെ കൊച്ചമ്മേ, സാധനങ്ങൾക്കൊക്കെ എന്തൊരു വിലയാണെന്നറിയോ? എന്നെ നോക്കിയാട്ടെ. കൈമളിന്റെ കണക്കുകളൊന്നും കൃത്യമല്ലേ? എന്നോട് വേണ്ട, മോനോടെങ്കിലും അല്പം കൂടി സ്നേഹമായിട്ട് പെരുമാറേ. പറഞ്ഞോളൂ, എല്ലാം പറഞ്ഞോളൂ. തുടങ്ങി ഓഫീസ് മോഡൽ. പറമോളെ, പറയൂ. അവൻ കൊച്ചുകുട്ടിയല്ലേ, അവനെ ലാളിക്കേണ്ടത് നമ്മളല്ലേ? ക്ലാസ്സിന് ലീഡറായ വിവരം പറയാൻ തുള്ളിച്ചാടി വന്നതല്ലേ അവൻ. അവൻ അഭിനന്ദിക്കണ്ടേ? വേണം, ഒന്നും കൂടുതലാവരുത്. തീരെ കുഞ്ഞല്ലവൻ. ഈ സ്റ്റഡിയിങ് ഇൻ ദ 4th സ്റ്റാൻഡേർഡ്. സ്നേഹിക്കണം, പക്ഷെ അത് മാത്രമായാൽ പോരാ. അങ്ങനെ ആയാൽ അവൻ വഷളാകും. എന്റെ സ്നേഹം എന്റെ മനസ്സിലുണ്ട്. ശാസിച്ച് വളർത്തണം, എങ്കിലേ ഡിസിപ്ലിൻ ഉണ്ടാകൂ. തുടങ്ങി തത്വശാസ്ത്രങ്ങൾ. നീ പറഞ്ഞെല്ലാം ഞാൻ കേട്ടില്ലേ? ഇനി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കടി മോളെ. അവന്റെ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ കുറവ് വരുത്തുന്നുണ്ടോ? അവന്റെ പഠനത്തിനും ഭാവിക്കും വേണ്ടി ഇൻഷുറൻസും ബാങ്ക് ഡിപ്പോസിറ്റും അവന്റെ പേരിൽ തന്നെ ഇല്ലേ? ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ശ്ശോ, ഒന്ന് വെറുതെ ഇരിക്കൂ. ഞാൻ ഈ വളർന്നു നോയിക്കോട്ടെ. തള്ളയായി ഉള്ള സ്വർണവും തൂക്കിക്കൊണ്ട് നടക്കുന്നു. ഓ പിന്നെ ഇത് ഷോക്കേസ് വെച്ച് കാണാനാണോ? ഇങ്ങോട്ട് പറയും. അസസ്മെന്റ് എന്തായി? സാർ, അയാൾ സബ് ഇൻസ്പെക്ടറാണ്. അതുകൊണ്ട് നമ്മളിതുപോലെ അയാൾക്ക് വേണ്ടി പ്രത്യേക റൂൾസ് ഉള്ള സർക്കുലറിലുണ്ട്. Then what? Proceed against him. Yes, sir. Yes, Verma here. ചേട്ടനാണോ? എന്താ ശൈല വിശേഷം? വിശേഷിച്ചൊന്നുമില്ല. എന്താ ഇദ്ദേഹം ഇവരോട് ഇങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറുന്നത്? പാവം കൊച്ചമ്മ. സാർ, ആ കാണുന്ന 4ാമത്തെ വീടാ.
ഇൻസ്പെക്ടർ മിസ്റ്റർ പ്രതാപൻ ഇവിടെ ഇല്ലേ? ചേട്ടൻ ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. എന്ന് വരും? ഒരാഴ്ച കഴിഞ്ഞ് വരും. ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരികയാണ്. ഈ വീടൊക്കെ ഒന്ന് പരിശോധിക്കണം. ചേട്ടൻ വരാതെ പറ്റില്ല. ഓഹോ, അപ്പോ ഈ റൂംസ് ഒക്കെ ഒന്ന് സീൽ ചെയ്തേക്കൂ. യെസ് സർ. ഇതെടുത്ത് ഉടയ്ക്കൂ. അവിടെ ഇടൂ. ഗോൾഡ് ബിസ്ക്കറ്റ്സ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കണം മിസ്റ്റർ പ്രതാപൻ. വാട്ട്സ് മാറ്റർ? സാറ് എന്നെ രക്ഷിക്കണം. നിയമാനുസൃതമായി നിങ്ങൾക്ക് ലഭിക്കാനുള്ളതെല്ലാം ലഭിക്കും. നമ്മളിരുവരും ഗവൺമെന്റ് ഓഫീസേഴ്സില്ലേ, അതുകൊണ്ട് ചില ചില്ലറ വിട്ടുവീഴ്ചകളൊക്കെ. ഇക്കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഞാൻ കാല് പിടിച്ച് പറയാണ് സാർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു സാർ. ഞാൻ എന്ത് വേണമെങ്കിലും തരാം സാർ. എന്താ, നിങ്ങൾ എനിക്ക് വിലപേശുകയാണോ? സാർ, സാർ ഒരിക്കലും അങ്ങനെ കരുതരുത്. സാറിനെ കൈവിട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സാർ. ഈ കേസിൽ നിങ്ങൾ എന്നിൽ നിന്നും യാതൊരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട. ശരി, ഐ എം സോറി സാർ. ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് കാണാം. ഓക്കെ, കാണാം. നല്ല ഉത്തരം ചെറുക്കാം. രാജകുമാരിയല്ലേ? എന്താ ഇത്? ഒന്ന് മാറിയിരുന്നേ. അവര് ഉപദ്രവിക്കരുത്. ഇല്ല, പൂജിക്കാം. നമുക്ക് സമാധാനം ഉണ്ടാക്കുന്ന. ഞാൻ വണ്ടി നോക്കി നിർത്തിയിട്ട് വരാം. ശരി. കൊച്ചിനെ കൂട്ടി കിടന്നു. എനിക്കിപ്പോഴും പേടി തോന്നുന്നു. എന്റെ ശ്വാസം ഇപ്പോഴും നേരെയായിട്ടില്ല. കൈമൾ മിടുക്കനാ. അതവന്റെ ഡ്യൂട്ടിയാ. ചേട്ടനും കൂടി വരാൻ പറഞ്ഞതല്ലേ? വന്നാലും ഇല്ലെങ്കിലും വരാനുള്ളത് വരും. ഓ, എന്തിനുണ്ട് ഒരു ഉത്തരം.
ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ആ ഹൗസിംഗ് സ്കീംകാർ പറഞ്ഞ വീട് നമുക്ക് വാങ്ങിക്കാം. അടുത്ത ഞായറാഴ്ച നമുക്ക് വീട് വരെ ഒന്ന് പോകാം. എഴുന്നേൽക്ക്. ഇനി പറയാനുള്ളൊക്കെ പറഞ്ഞോളൂ. ഇങ്ങനൊരു മനുഷ്യൻ, ഇതെന്തൊരു സ്വഭാവമാണ് ദൈവമേ. എനിക്കൊരു അല്പ സമാധാനമുണ്ടോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എല്ലായിടത്തും ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ് കഴിയുന്നത്? എന്ത് ചെയ്താലും കുറ്റം തന്നെ. വീട് വാങ്ങാമെന്ന് പറഞ്ഞു പോയി. അമ്മയുടെ ചർമ്മവാർഷികമാണ്, വീട് വരെ പോകാമെന്നൊന്ന് ചോദിച്ചും പോയി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ശൈല എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല. ഒന്നും പറയരുതെന്ന് ഞാൻ വിലക്കിയിട്ടുമില്ല. പറയേണ്ട സമയത്തെ പറയാവൂ എന്ന് മാത്രം. എല്ലായിടത്തും ഭാര്യയും ഭർത്താക്കന്മാരും ചെയ്യുന്നത് പോലെ എനിക്ക് വയ്യ. ഞാനാണ്. ഞാൻ നിന്നോട് 100% വിശ്വസ്ത പുലർത്തിയിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ പിറകെയും എന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ ഒരു പ്രശ്നവും എനിക്കില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. എന്റെ ജീവനേക്കാൾ വലുത് എനിക്ക് നീയാണ്. അത് കഴിഞ്ഞേ എന്റെ മോൻ കൂടിയുള്ളൂ. പിന്നെ തേനേ പാലേ തങ്കം പൊന്നെ എന്നൊന്ന് വിളിച്ചോണ്ട് നടക്കുന്ന ഉണ്ടാവില്ല. എന്റെ സ്നേഹം എന്റെ മനസ്സിൽ കാണും. പിന്നെ വീടിന്റെ കാര്യം അത് നമുക്ക് ആലോചിക്കാം. പണം ശരിയാകട്ടെ. പിന്നെ വീട്ടിൽ പോകുന്ന കാര്യം നീ വിഷമിക്കരുത്. നീ മോനും കൂടി പോയാൽ മതി. അടുത്ത തവണ ഞാൻ തീർച്ചയായും വരാം. എന്റെ ദൈവമേ, ഈ സ്വഭാവം പകലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ കൂടി വിളിച്ചേനെ. കൈമളെ, മോന്റെ പാന്റും ഷർട്ടും കൊണ്ടുവന്നു. എന്റെ അച്ഛൻ തന്ന പണമല്ലേ, അതിനെന്താ കുറ്റം? എനിക്ക് നിന്റെ അച്ഛന്റെ പണം ആവശ്യമില്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു. എനിക്ക് എന്റെ അച്ഛൻ തരുന്ന പണം ഞാൻ വാങ്ങും. ഈ വീട്ടിൽ ആ പണം ഇരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്റെ അച്ഛനെ പുച്ഛമാണ്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാളെ തന്നെ പണം കൊണ്ടുപോയി കൊടുക്കണം. എന്റെ കയ്യിൽ പണം ഉണ്ടാവുമ്പോ വീട് വാങ്ങും. അതിനെനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. നിനക്ക് എന്താ ഇവിടെ കാര്യം? പോണം. നാളെ രാവിലെ തന്നെ പോണം. ഈ പണം മടക്കി ഏൽപ്പിക്കണം. എനിക്കൊന്ന് ചത്താ മതിയായിരുന്നു. ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല. കൈമൾ, എന്തോ? രമേശിനെ സ്കൂളിൽ വിട്ടിട്ട് വരും. വാമോനെ. വിട്ടേക്ക്. ശൈലേ, ശൈലേ,
ഇപ്പൊ വരും. വേഗം വീട്ടിൽ പോയി പണം കൊടുത്തിട്ട് വരും. നീ വന്നിട്ടേ ഞാൻ ഓഫീസിൽ പോകും. എന്താ കൈമളെ? ശൈലേ, ഈ കെട്ടുകഥ വിശ്വസിക്കാൻ ഞാനൊരു വിട്ടിയല്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്. അതെ അതെ, സത്യം മാത്രം പറയും, ന്യായം മാത്രം പ്രവർത്തിക്കും. നിങ്ങളുടെ ഭാര്യയും ഡ്രൈവർ കൈമളും തമ്മിലുള്ള അടുപ്പത്തിൽ അവർ കാമുകി കാമുകന്മാരായിരുന്നു. അതിലൊരു അമർഷമാണ് ഈ കൃത്യത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ചത്. അവൾ നല്ലവളായിരുന്നു. ഒരു ബന്ധവും. നിങ്ങൾ ശൈലിയുമായി വഴക്കിടുമായിരുന്നുവെന്ന് കുട്ടിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാണ്. ആഭരണങ്ങൾക്ക് വേണ്ടി ഡ്രൈവർ കൈമൾ ശൈലിയെ കൊന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ആ ആഭരണം അതേ വീട്ടിൽ വെച്ച് കണ്ടെടുത്തു കഴിഞ്ഞു. മനഃപൂർവ്വം അവളെ കൊന്നിട്ട് കുറ്റം ഡ്രൈവറിൽ ചുമത്തിയാൽ അവൻ കുടുങ്ങുമെന്നും നിങ്ങൾ രക്ഷപ്പെടുമെന്നും കരുതി അല്ലേ? ശൈലയുടെ മരണം തികച്ചും കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണെന്ന പ്രോസിക്യൂഷൻ വാദവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റു തെളിവുകളും കോടതിക്ക് ബോധ്യമാവുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നതിലും തെളിവുകൾ ശേഖരിക്കുന്നതിലും തീർത്തും പരാജയമടഞ്ഞിരിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെയാണ് കേസന്വേഷകർ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പരസ്പര വിരുദ്ധങ്ങളായ സാക്ഷിമൊഴികൾ ചൂണ്ടിക്കാണിക്കുന്നു. കേസന്വേഷണ സംഘം സത്യത്തിൽ നിന്നും ബഹുദൂരം നിൽക്കുന്നുവെന്നും അന്വേഷണം കാട് കയറിയത് മൂലം യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടു എന്നുമുള്ള പ്രതിഭാഗം വക്കീലിന്റെ വാദഗതിയോട് കോടതിയും യോജിക്കുന്നു. നിരുത്തരവാദിത്വവും അലംഭാവവും നിറഞ്ഞ ഈ കേസന്വേഷണത്തിൽ കോടതിക്ക് ഉത്കണ്ഠയുണ്ട്. ഈ കേസിൽ പ്രതി മേൽപ്പറഞ്ഞ കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും കോടതിക്ക് ഉത്തമ ബോധ്യം വന്നിട്ടുണ്ട്. ആയതിനാൽ പ്രതിയെ നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോട്ടലക്ഷ്യത്തിന് എന്നെ ശിക്ഷിക്കുമായിരിക്കും. എങ്കിലും ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ
എനിക്ക് സന്തോഷമില്ല. കാരണം ഞാൻ നിരപരാധിയാണ്. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ അഹോരാത്രം കഷ്ടപ്പെട്ടു. മണിക്കൂറിന് 10,000 പ്രതിഫലം വാങ്ങുന്ന പണ്ഡിതന്മാരായ നിയമജ്ഞന്മാരുടെ സേവനമുണ്ടെങ്കിലേ നീതി ലഭിക്കൂ എന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്റെ ഭാര്യ ശൈല കൊല ചെയ്യപ്പെട്ടതാണെന്ന് കോടതിയും സമ്മതിച്ചു. ഞാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യവുമായി. എങ്കിൽ കുറ്റവാളി എവിടെ? ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്നുള്ളത് പോലെ തന്നെ പരമപ്രധാനമാണ് ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടരുന്നുള്ളത്. കോടതിക്കിതിൽ എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ വികാരവും ആവേശവും മനസ്സിലാക്കുന്നു. പോലീസ് ഹാജരാക്കുന്നവരെ നിരപരാധികളായി കോടതി വിട്ടയച്ചാൽ യഥാർത്ഥ കുറ്റവാളികളെ വീണ്ടും തിരയാനും ശിക്ഷിക്കാനും നിയമം വേണം. മൺകുടിലും മണിമന്ദിരത്തിലുമുള്ളവർക്ക് ഒരേപോലെ നീതി ലഭിക്കാൻ ഈ നിയമങ്ങൾ പോരെങ്കിൽ ശതാബ്ദങ്ങൾക്ക് മുമ്പ് ചിട്ടപ്പെടുത്തിയ ചട്ടങ്ങൾ പൊളിച്ചെഴുതിയേ തീരൂ. സമ്പന്ന വർഗത്തിന്റെ ചൊൽപ്പടിക്ക് നിയമം നിന്നാൽ സാധാരണ ജനങ്ങൾക്ക് കോടതിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവർ നിയമം കൈയെടുത്തുനിന്ന് വരും. ഡാഡി, രമേശ് എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ചില്ല. അതെന്താ? രമേശിനെ നീ മറക്കുന്നതാണ് നല്ലത്. എന്താ രാഘവ ഈ സമയത്ത്? ആ കൈമളുടെ ആൾക്കാര് ചന്ദ്രൻ നടത്തുന്നു. സ്വർഗത്തിലെ കട്ടറമ്പിനെ പോലെ ഇവിടെയും എത്തിയ ആ വർമ്മ അവനെ കൊടുക്കാൻ വേണ്ടിയാ കുറച്ച് ആഭരണങ്ങൾ അവന്റെ വീട്ടിൽ കൊണ്ടിട്ടത്. എന്നിട്ടും അവൻ കുടുങ്ങിയില്ല. അന്ന് അവൻ എന്നെ ഡിസ്മിസ് ചെയ്യിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇന്ന് അവന് നമ്മളെ രോഗം പോലും അനക്കാൻ പറ്റില്ല എന്ന് നമുക്കൊന്ന് തറപ്പിച്ചു പറയാൻ പറ്റില്ല. അവന്റെ ഭാര്യയെ കൊന്ന കേസ് പ്രകാരം തേച്ചുമാച്ച് കളഞ്ഞു. പക്ഷെ ഇന്ന് സഹായത്തിനും മകനുമുണ്ട്. അച്ഛനും മകനും ചേർന്നാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ പിടിച്ച റോഡ് കോടതിയിൽ നിന്ന് വിട്ടുകിട്ടാൻ വിഷമമാണെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. ഏതായാലും അവനെ ഇനി ഇവിടെ തുടരാൻ അനുവദിക്കരുത്. ഞാൻ DIG 2 പ്രാവശ്യം പറഞ്ഞു, അല്പം കൂടെ കഴിയട്ടെന്നാ അദ്ദേഹം പറയുന്നത്. ഗുരുവും കൂട്ടർ അല്പം ചടച്ചു നിൽക്കുകയാണ്. SI അവർക്കും പേടിയായി തുടങ്ങി. ഞാൻ DIG ഒന്നുകൂടെ കണ്ടു നോക്കട്ടെ. കണ്ടിട്ട് എന്താ കാര്യം? ആരെ ട്രാൻസ്ഫർ ചെയ്താലും കോടതി സ്റ്റേ ചെയ്യാൻ കാത്തിരിക്കില്ലേ? ബാക്കി ചന്ദന എവിടെ? മുഴുവൻ കാട്ടിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഗാർഡുമാർക്കും പേടിയായി തുടങ്ങി. എനിയിൽ ലോഡ് അവൻ കസ്റ്റഡിയിൽ എടുത്താലോ എന്നാണ് അവർ ചോദിക്കുന്നത്. നാശം പിടിക്കാൻ. നമ്മുടെ വകുപ്പ് മന്ത്രിയാണെങ്കിൽ വനം വികസനത്തെ കുറിച്ച് പഠിക്കാൻ ഗൾഫ് പര്യടനത്തിന് പോയിരിക്കുക. മരുഭൂമിയിലോ? കൊള്ളാം. പിന്നെ അടുത്ത ആഴ്ച ക്യാമറമാൻ വരും. അതിന് നാടൻ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യും? എങ്ങനെയും അവർക്ക് സ്റ്റഫ് കൊടുക്കണം. ഇക്കാര്യവും രാഘവനിൽ നിന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അവനെ തട്ടിക്കളഞ്ഞാലോ? അത് അവസാനത്തെ കൈ. ഏതായാലും ഈ പ്രാവശ്യം ക്യാമറാമാനെ മടക്കാൻ പാടില്ല. അല്ല, വരുമല്ലോ. നാളെയാണ് സ്പെഷ്യൽ പ്രോഗ്രാം. ഓക്കെ, ശരി.
താനേ തന്തന താനേ തനതന ആ സ്റ്റോപ്പ് 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 ബ്രേക്ക് കൊടുത്ത് തലച്ചെടുത്ത് താങ്കൾ കാല് തല്ലി തട്ടി സ്റ്റോപ്പ് ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ എനിക്ക് ഒരു സങ്കടം പറയാനുണ്ട് സാർ. ഞാൻ കല്യാണം കഴിച്ചൊരു പുരുഷനാ, പക്ഷെ എനിക്ക് കുട്ടികളില്ല. അതിനെങ്ങനെ സാർ? എങ്ങനെ? മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ട് വേണം സാർ. അത് നേരെ അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങും പൂവാരന്മാരെ തെരുപ്പാട്ട്. അത് ഏത് ജാതി അമ്മ പെങ്ങന്മാരെന്ന് കേട്ട് സഹിക്കുന്നത് സാർ. എന്റെ ഭാര്യന്റെ റാണി, അവക്ക് ശക്തിയും തന്റേടോ അന്തസ്സും അഭിമാനവും ഞാനുണ്ട് സാർ. പക്ഷേ അവളുടെ ചേച്ചി ഉണ്ടല്ലോ, എന്താണ് പേര്, സുമോ, അവളുടെ കാര്യമാണ് സാർ കഷ്ടം. അവൾക്ക് ആരുമില്ല. അവളുടെ പേര് ചെറുപ്പാട്ട് മുഴുവനും ഓരോ പാട്ടിന് ആദ്യവും നടുക്കലും അവസാനവും സുമം 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 എന്നാണ് സാർ പാട്ട്. സാർ ഇതിനൊരു അതിര് വേണ്ടേ, ഒരു അവസാനം വേണ്ട സാർ. ശരി, അപ്പോ പൂവാലം വേണ്ട തെരുപ്പാട്ടൊക്കെ അവസാനിപ്പിക്കാം. വലിയ ഉപകാരം സാറേ, ഉപകാരം സാർ. ഞാൻ പറ്റത് ഓ ഞാൻ എവിടെല്ലാം തിരക്കി. നീ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഡാഡി വന്നു. ഞാൻ ഇന്ന് വൈകിട്ട് പോകും. നീ പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നീ ഇങ്ങനെ സെന്റിമെന്റിലാകാതെ. ഞാൻ തോറ്റു. നീ പറഞ്ഞത് തന്നെ സംഭവിച്ചു. എല്ലാം ശരിയാകും. നീ ഒരു ധൈര്യശാലിയില്ലേ? ഇപ്പൊ എവിടെയാ ധൈര്യമൊക്കെ? ഇങ്ങനെ പറഞ്ഞു തരാൻ ഇനി എനിക്ക് ആരും ഉള്ളത്? അമ്മയില്ല, ആരുമില്ല. ഞാൻ ഈ വീട്ടിൽ കിടന്ന് ചാകും. നീ വാ, എല്ലാം ശരിയാകും. വാ പോകാം. കല്യാണം അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തണം. ബാക്കിയെല്ലാം മോന്റെ ഇഷ്ടം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അച്ഛന് അത്ര ഇഷ്ടമായിട്ടില്ല, എന്നാലും എന്റെ തീരുമാനം ഉറച്ചതാണ്. എല്ലാം നിങ്ങളുടെ മഹാഭാഗ്യം മോനെ. ഞാൻ ഇറങ്ങട്ടെ. അദ്ദേഹത്തിനോട് എല്ലാം തുറന്നു പറയണം. അല്ലാതെ ഈ വിവാഹം വേണ്ടമ്മേ. മോളെ, അബദ്ധം പറയരുത്. നമ്മൾ പെണ്ണുങ്ങൾ കഴിഞ്ഞതെല്ലാം ഒന്നും തുറന്നു പറയാൻ പാടില്ല. നമ്മളെ കുറ്റക്കാരല്ല. അങ്ങനെയൊന്നും സംഭവിച്ചെന്ന് വെച്ച് നമുക്ക് മരിക്കാൻ പറ്റുമോ? നിനക്കൊരു നല്ല ഭാവിക്ക് വേണ്ടിയല്ല മോളെ നമ്മൾ അവിടെ വിട്ടു പോകുന്നത് തന്നെ. മുഖത്ത് വന്ന മഹാലക്ഷ്മി തട്ടിക്കളയരുത്. അയാൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, വന്ന് പറഞ്ഞു, നമ്മൾ സമ്മതിക്കുന്നു. നീ ഒന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. മോനെ, നിന്നേക്കാൾ കൂടുതൽ ലോകം കണ്ടവനാണ് ഞാൻ. നമ്മുടെ തറവാടിന്റെ അന്തസ്സും പാരമ്പര്യവും നീ കളഞ്ഞു കുളിക്കരുത്. തറവാടിനെ പറ്റിയും അന്തസ്സിനെ പറ്റിയും പറയാൻ അച്ഛന്റെ അവകാശമാണുള്ളത്. നീ ചെറുപ്പമാണ്. അവരുമായുള്ള ബന്ധം നമുക്ക് പറ്റിയതല്ല. അവരിൽ എന്ത് കുറ്റം അച്ഛൻ കാണുന്നത്? അവർ പാവപ്പെട്ടവരാണെന്നത്. എടാ, അവരെ പറ്റി നീ അറിയാൻ ഇനിയുമുണ്ട്. ഞാനത് പറയാം. എനിക്കത് കേൾക്കണ്ട. അച്ഛൻ നോക്കുമ്പോ അവർക്ക് പല കുറ്റവും കുറവും കാണും. ഞാൻ പറയുന്ന മുഴുവൻ നീ ഒന്ന് കേൾക്ക്. സ്വന്തം ഭാര്യയെ കൊന്നതിനേക്കാൾ മാന്യത അവർക്കുണ്ട്. മോനെ, ലോകം മുഴുവനും എന്നെ കൊലയാളി എന്ന് വിളിച്ചോട്ട്. പക്ഷേ നീ എത്ര തവണ ഞാനിത് കേൾക്കുന്നു. ഒന്നേൽ അച്ഛൻ പോണം, അല്ലെങ്കിൽ ഈ കല്യാണം നടത്തരണം. പോകാൻ ഞാൻ ഒരുങ്ങിയിറങ്ങിയതാണ്. ഒന്നുകൂടി ചെയ്തു തീർക്കാനുണ്ട്. അതുവരെ എനിക്കിവിടെ താമസിച്ചേ പറ്റൂ. പക്ഷേ നിന്റെ കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കില്ല. അച്ഛൻ എന്നും വാശിയേ ഉള്ളൂ. പക്ഷേ എന്നും ഒരാൾ വിജയിക്കില്ല. ഗുരുവല്ല കൊളക്കടവിലോ അമ്പലത്തിലോ വെളുപ്പിന് ചെല്ലും. എന്നിട്ട് കൊള്ളാവുന്ന ഏതിനെങ്കിലും ഒന്ന് പൊക്കിയെടുക്ക്. ആൾക്കാർ കൂടുതൽ കാണും. പഴയതുപോലെയല്ല. ആ SI നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അവനും അവന്റെ തന്തേ. ആ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ പോയി നോക്കാം. ഇല്ലേ, പോയി നോക്കിയാ പോരാ, കൊണ്ടുവരണം.
നമസ്കാരം സാർ. ഞാൻ മിസ്റ്റർ രമേശിനെ ഒന്ന് കാണാൻ വന്നതാ. അവൻ പുറത്തു പോയിരിക്കുക. വരൂ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ കൈമളിന്റെ മകളാ, രേഖ. അവനെ കണ്ടിട്ട് എന്താ ഇത്ര അത്യാവശ്യം? ഞാൻ രമേശിനെ സ്നേഹിച്ചു പോയി. അതിന്? അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. കൈമളുടെ മകൾക്ക് ഈ വർമ്മയുടെ മകനെ തന്നെ വേണം കല്യാണം കഴിക്കാൻ. ശരി, നിന്റെ അച്ഛൻ ചെയ്ത പാപത്തിന്റെ കര തലമുറകൾ കഴിഞ്ഞാലും കഴിക്കളയാൻ സാധ്യമല്ല. യു ബ്ലഡി ബിച്ച്. അച്ഛാ, എന്തായി കാണിക്കുന്നത്? എന്റെ മകനെ നിനക്ക് കല്യാണം കഴിക്കണം അല്ലേ? അച്ഛനകത്ത് വേണം. സോറി, എന്റെ വിവാഹം നിശ്ചയിച്ചു. ഗണം. എന്റെ മകനെ നിനക്ക് കല്യാണം കഴിക്കണം അല്ലേ? എന്റെ വിവാഹം നിശ്ചയിച്ചു. ഗണം. സാറേ, ആ കൈമള് മുതയുടെ മോളില്ലേ? അയ്യോ, അത് വണ്ടി ഇടിച്ച് മരിച്ചു പോയി സാർ. കൈമളിനൊരു തിരിച്ചടി. എല്ലാം അദ്ദേഹത്തോട് തുറന്നു പറയണം, അമ്മയറിയാതെ. ചേട്ടാ, സുമത്തിന് കാണാനില്ല. ഇല്ല, കാണുന്നില്ല. കാണാനില്ല. അമ്പലത്തിലൊക്കെ നോക്കി.
നീ പൊയ്ക്കോ. ഞാൻ ഉടനെ വന്നേക്കാം. ആ ഗൗരിന്റെ മോളോ? ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. ഒന്നുകൂടി ചെയ്തു തീർക്കാനുണ്ട്. അതുവരെ എനിക്കിവിടെ താമസിച്ചെങ്കിലേ പറ്റൂ. ദൈവമേ, എന്റെ മോളെ കണ്ടോ മോനെ? അന്വേഷിക്കേണ്ടടുത്തൊക്കെ അന്വേഷിച്ചു, ഒരു എത്തും പിടിയില്ല. എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോൾ അവിടെ പോയാവോ? ഒരിക്കലും തിരിച്ചു വരില്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് അച്ഛൻ തിരിച്ചു വന്നത് ഇതിനു വേണ്ടിയായിരുന്നല്ലേ? സുമത്തിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? പറയൂ. അത് കൊന്നോ? സ്വന്തം ഭാര്യയെ കൊന്നൊരാൾക്ക് അതിനും മടിയുണ്ടാവില്ല. ഇതിലെന്തോ ചതിയുണ്ട്. ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ നീ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ. എനിക്ക് വേദനൊന്നും കേൾക്കണ്ട. അവൾ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. എനിക്കറിഞ്ഞുകൂടാ. ഇന്നലെ രാത്രി എവിടെയായിരുന്നു? എവിടെ പോയിരുന്നു? ഞാൻ നടക്കാൻ പോയതായിരുന്നു. നടക്കാൻ പോകുന്നത് രാത്രിയിലാണോ? അതിന് നേരം വല്ലതുമുണ്ടോ? ഇന്ന് കുറച്ച് നേരത്തെ പോയി, താമസിച്ചു വന്നു അല്ലേ? അച്ഛനെന്ന് പറയാൻ ലജ്ജ തോന്നുന്നു. ഗൗരിയമ്മ സുമത്തിന് അവസാനമായി കണ്ടത് എപ്പോഴാണ്? ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരത്ത്. ഒരു മുറിയിലാണോ കിടക്കുന്നത്? അല്ല, തൊട്ടു തൊട്ട് മുറിയിലെ കിടക്കാറുള്ളത്. സുമത്തിനെ കാണാനില്ലെന്ന് എപ്പോ മനസ്സിലായി? രാവിലെ നോക്കിയപ്പോ കണ്ടില്ല. എപ്പോ? ഞാൻ എണീറ്റ് വരുമ്പോ സാധാരണ അവൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ടാവും. ഇന്ന് എണീറ്റപ്പോ അവളെ കണ്ടില്ല. സുമത്തിന് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു? പറയണം. സുമത്തിന് ഇഷ്ടമല്ലായിരുന്നോ? സത്യം പറയണം. എന്തായാലും നടന്നത്? ഞാൻ പറയാം, ഇഷ്ടമായിരുന്നു. പക്ഷേ അവളുടെ ഒരു പഴയ കഥ സാറിനോട് പറയണമെന്ന് മാത്രമേ അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ. അതിന് നിങ്ങൾ അവളെ സമ്മതിച്ചില്ല. എന്താ അത്? ഇന്ന് സാറിന്റെ നാട്ടിൽ തന്നെയായിരുന്നു താമസം. അവിടെ വെച്ച് നടുറോട്ടിലിട്ടോർത്ത് എന്റെ ഭർത്താവിനെ കുത്തിക്കൊന്നു. ആ കേസ് അന്വേഷണത്തിന് വേണ്ടി ഒരു ഇൻസ്പെക്ടർ അവിടെ വന്നു. മുതൽ അവൾ മൂടിയായിരുന്നു. നാട്ടിൽ പലരും അതറിഞ്ഞു. മാനക്കേടായി. അയാൾ വീണ്ടും ശല്യപ്പെടുത്തുമെന്ന് നില വന്നു. അന്ന് ഞാൻ ഈ പിള്ളേരെയും കൊണ്ട് നാട് വിട്ടതാണ്. ആ എസ്ഐയെ പിന്നെ കണ്ടോ? കുറച്ചു ദിവസം മുമ്പ് ഈ വഴി കാറിൽ പോകുന്ന കണ്ടു. സാർ, ഇത് മൂന്നാമത്തെ തവണയാണ്. ഡിപ്പാർട്ട്മെന്റ് കറങ്ങാമല്ലേ മിസ്റ്റർ രമേശ്? എനിക്ക് 2 ദിവസത്തെ സമയം കൂടെ തരണം. എനിക്ക് അഴിച്ചോടൊന്നും പറയാൻ കഴിയുന്നില്ല. പത്രക്കാർ ഊഹ വെച്ച് ഡിപ്പാർട്ട്മെന്റ് പുച്ഛിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു. സാർ, പ്ലീസ് വെയിറ്റ് 2 more days. സാർ, ഒരിക്കൽ പിഴച്ചവളായ അല്ല, ഒരു സബ് ഇൻസ്പെക്ടറാൽ പിഴപ്പിക്കപ്പെട്ടവളായ ഒരുവൾ തന്റെ മരുമകളാകരുത് എന്ന ഉദ്ദേശത്തോടുകൂടി സുമത്തിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതോ കൊന്നോ? സത്യമായും എനിക്കൊന്നും അറിയില്ല. പല അവസരങ്ങളും തന്നു കഴിഞ്ഞു. ഇനി ഞാൻ അല്പം കൂടി തന്ത്രവും ബുദ്ധിയും കാണിക്കും മോനെ. അച്ഛനും മോനും ഒക്കെ വീട്ടിൽ. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഈ നാട്ടിലെ ഏതൊരു പൗരനും ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്നതും സഹായം ലഭിക്കാവുന്നതുമായ ഒരു സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ.
നിർഭാഗ്യവശാൽ സമ്പന്നർക്കേ ഇവിടെ ഉതകുന്നുള്ളൂ. തത്വശാസ്ത്രം പ്രസംഗിക്കാനല്ല പറഞ്ഞത്, സത്യത്തിലൂടെ എന്താ നടന്നതെന്ന് പറഞ്ഞാൽ മതി. കോടതിയുടെയും നിയമത്തിന്റെയും പിന്നാലെ നീതിക്ക് വേണ്ടി ബഹുദൂരം നടന്നവനാണ് ഞാൻ. പക്ഷേ അച്ഛന്റെ ഈ വക എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് ആവശ്യമില്ല. സ്വന്തം മകന്റെ ഭാവി പോലും അപകടത്തിലാവുന്നു. 40 പേരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു, ഒരു ചുമ കിട്ടുന്നില്ലല്ലോ. സബ് ഇൻസ്പെക്ടർ ഹിയർ. എവിടെ കേട്ടില്ലോ? എവിടെ സ്ഥലം? ഞാൻ വന്നു. എല്ലാം നശിച്ചു മോനെ, എല്ലാം. നമ്മുടെ സുമ അവള് പോയി മോനെ. കരയരുതമ്മേ, അമ്മ കരയരുത്. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. സുമത്തിനെ കൊന്ന ആരാണെന്ന് എനിക്ക് അറിയില്ല. പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ നിന്നെ കൊല്ലും ഞാൻ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. അയ്യോ, എന്നെ കൊല്ലരുത്. ഞാൻ പറയാം. എന്നൊന്നും ചെയ്യരുത്. വേണ്ട, വേണ്ട അമ്മേ. വേണ്ട, എന്നൊന്നും ചെയ്യരുത്.
ദേഹമാസനം കീറലും മുറിവുണ്ട്. ഇവിടെ എന്ത് നടന്നാലെന്താ? ഒന്നിനും തെളിവുകളില്ലല്ലോ. 5-4 ബ്ലൗസ് കീറിയിട്ടുണ്ട്. രാഘവനോ?
എന്റെ ഭാര്യയെ കൊന്ന് തട്ടിക്കൊണ്ടുപോയ പണം കൊണ്ട് നീ മുതലാളിയായി. എന്നിട്ട് എനിക്കെതിരെ നീ കരുക്കൾ നിൽക്കുന്നു അല്ലേ? എടാ, നീയൊക്കെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇവനെ കൊല്ലാൻ ഞാനാണ്. നീ മാറി നിൽക്ക. എടാ, ഇവന്റെ അമ്മയെ കൊന്ന് ആരാണെന്ന് പറയടാ. പറയടാ. ഇനി നീ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. നിന്റെ അമ്മയെ കൊന്നതിനല്ല, അവളുടെ ഘാതകനെ കൊന്നതിന്. അച്ഛനെ ഞാൻ ഇതുവരെ തെറ്റിദ്ധരിച്ചു. ക്ഷമിക്കൂ.